വെൽക്കം ടു ദിസ് ചാനൽ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇതിനകത്ത് ജസ്റ്റ് macOSനകത്തുള്ള ചെറിയ ചില ആപ്ലിക്കേഷൻസും നമുക്ക് ഡെയിലി യൂസിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ചില ആപ്ലിക്കേഷൻസും പിന്നെ പുതിയതായിട്ട് മാക് ഉപയോഗിക്കുന്നവർക്കുള്ള ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സുമാണ്. ഞാനും വളരെ കാലം വിൻഡോസ് യൂസറായിരുന്നു. ഞാൻ റീസെൻ്റ്ലി മാക്കിലോട്ട് ഷിഫ്റ്റ് ആയപ്പോൾ ഞാൻ പഠിച്ച ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ അവർലി എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇതാണ് അവർലി എന്ന് പറയുന്ന ആപ്പ്. ഈ ബ്ലാക്ക് ലോഗോ ആണത്. ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മാക്കിൻ്റെ ടൈമാണ് ഈ കാണുന്നത്. മാക്കിൻ്റെ ക്ലോക്കാണ്. അത് ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമുക്കറിയാം നമ്മുടെ സൈഡ് ബാർ വരും. അതേസമയം ഈ കാണുന്ന ടൈം ഇതാണ് അവർലിയുടെ മെനു ബാറാണത്. അതേ ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പല രാജ്യങ്ങളുടെ ടൈം, ഡിഫറെൻറ്റ് ടൈം സോൺസിലുള്ള എല്ലാ ടൈമും നമുക്കവിടെ കാണാം. ഈ ഐക്കൺ വെച്ച് നമുക്ക് ഏതാണ് അവിടെ നമുക്ക് മെനു ബാർ ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് മറ്റ് ചില സെറ്റിങ്സൊക്കെ ഉണ്ട്. നമ്മൾ മാക്ക് ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക് ഈ ആപ്ലിക്കേഷൻ ഓൺ ആവാനുള്ള ഓപ്ഷനുണ്ട്. 24 hour ക്ലോക്ക് ടൈം വേണമെങ്കിൽ അതുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഇപ്പം നമ്മുടെ ഇവിടുത്തെ ടൈം 4 മണിയായി. ഓക്കെ, ഇപ്പം നമുക്ക് ഒരു 5 മണിയാകുമ്പോൾ US എന്തായി സമയം എന്നറിയണമെങ്കിൽ നമ്മൾ ഈ സ്ലൈഡർ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് മറ്റ് ടൈം സോൺസിൻ്റെ എല്ലാ ടൈമും മാറും. അപ്പോൾ അതൊരു യൂസ്ഫുൾ ആപ്പാണ്. ഇപ്പം മറ്റ് രാജ്യങ്ങളിൽ ഫ്രണ്ട്സോ റിലേറ്റീവ്സൊക്കെ ഉള്ളവരെ അവരെ വിളിക്കാൻ നമുക്ക് അവരുടെ ടൈം എങ്ങനെയാണെന്ന് പെട്ടെന്ന് അറിയണമെങ്കിൽ ഇത് യൂസ്ഫുള്ളാണ്. അതുപോലെ നമ്മൾ മറ്റ് ടൈം സോണിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ഉള്ള കമ്പനികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊരു വളരെ യൂസ്ഫുൾ ആപ്പാണ്. ഓക്കെ, പിന്നെ രണ്ടാമത് എനിക്ക് പരിചയപ്പെടുത്താനുള്ള ആപ്പ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ആപ്പാണ്. ഇതാണ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ആപ്പ്. ഇതാണ് അതിൻ്റെ ഐക്കണ്. ഞാൻ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ഇതിൻ്റെ ലിങ്ക്സ് എല്ലാം. ഓക്കെ, ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പം നമുക്ക് നമ്മുടെ വിൻഡോസ് കമ്പ്യൂട്ടറിൽ നമുക്കറിയാം, നമുക്ക് കൺട്രോൾ ആരോ യൂസ് ചെയ്യുവാണെങ്കിൽ ഏതൊരു വിൻഡോയും നമുക്ക് സൈഡിലോട്ടോ ഇപ്പോൾ ഹാഫ് സ്ക്രീന് ഫുൾ സ്ക്രീനൊക്കെ ആക്കാൻ എളുപ്പമാണ്. അതേസമയം നമുക്ക് മാക്കിനകത്ത് നമ്മൾ ഈ മിനിമൈസ് എന്ന് പറയുന്ന ബട്ടൻ്റെ അവിടെ ആരോ കൊണ്ടുവന്നതിൽ മാത്രമേ നമുക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടത്തുള്ളൂ. അതേസമയം ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന ആപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്കിത് ഷോർട്ട് കട്ട് കീ വെച്ച് ഉപയോഗിച്ച് തന്നെ ഇത് എളുപ്പത്തിൽ ചെയ്യാം, നമ്മൾ വിൻഡോസിൽ ചെയ്യുന്ന പോലെ. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഷോർട്ട് കട്ട്സും ഇവിടെ തന്നെ നമുക്ക് കാണിക്കും. അതിൻ്റെ ഷോർട്ട് കട്ട് കീയും അതിൻ്റെ സൈഡിൽ തന്നെ കാണിക്കും. ഇപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ടാണ് മാറ്റേണ്ടതെങ്കിൽ കമാൻഡ് ലെഫ്റ്റ് ആരോ കൊടുക്കാമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ മാറും. കമാൻഡ് റൈറ്റ് ജസ്റ്റ് ലൈക്ക് വിൻഡോസ്. അപ്പം അതേ യൂസ് നമുക്ക് മാക്കിലും കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ടിങ്കർ ടൂൾസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ്. ടിങ്കർ ടൂൾസ് എന്ന് പറഞ്ഞാൽ അതൊരു വിസിബിളായിട്ട് നമുക്ക് അത് കാണാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഇത് നമ്മൾ സ്പോട്ട് ലൈറ്റ് സെർച്ച് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാക് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു സെർച്ചിൻ്റെ ഒരു ലെൻസ് പോലത്തെ ഒരു ഐക്കൺ ഈ മെനു ബാറിൽ കാണും. ഞാനത് ഹിഡൻ ആക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ കമാൻഡ് സ്പേസ് അടിച്ചാൽ ഈ സ്പോട്ട് ലൈറ്റ് സെർച്ച് വരും. നമുക്ക് ഈ മാക്കിനകത്തുള്ള എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതുവഴി സെർച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഈ ടിങ്കർ ടൂൾസിൻ്റെ പ്രത്യേകത, നമ്മുടെ മാക്കിനകത്ത് ഹിഡനായിട്ടുള്ള പല സെറ്റിങ്സും നമുക്ക് ഈ ടിങ്കർ ടൂൾസ് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഒത്തിരി സെറ്റിങ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോന്നും ട്രൈ ചെയ്ത് നോക്കാം. ഇതിനകത്ത് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയ ചില സെറ്റിങ്, ഒന്ന് ഈ ഡോക്കിനകത്തെ സെറ്റിങ്സാണ്. നമ്മൾ മാക്ക് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഈ ഡോക്ക് വരാനും ഇപ്പം നമ്മൾ ഹിഡനായിട്ട് വെക്കുന്നെങ്കിൽ ഇതിങ്ങനെ വിസിബിൾ ആവാനും പോകാനുമായിട്ട് ഒരു ചെറിയ ഡിലേ ഉണ്ട്. അതേസമയം നമ്മൾ ഈ ഒരു ബോക്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ആ ഡിലേ നമുക്ക് മാറിക്കിട്ടും. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ട്രിക്സ് ഈ ഒരു ടിങ്കർ ടൂൾസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനകത്തുണ്ട്. ഓക്കെ, ഇനി മാക്കിൽ പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയുള്ള ചെറിയ ചില കാര്യങ്ങളാണ്. അതായത് ഇപ്പം നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ വിൻഡോസിൽ
ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമ്മളിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്പ് ടോട്ടലി ക്ലോസ് ആവും. അതേസമയം മാക്കിനകത്ത് അങ്ങനെ ആവില്ല. മാക്കിനകത്ത് ആപ്ലിക്കേഷന് അവിടെ തന്നെ കിടക്കും. അതിനടിയിലൊരു ബ്ലാക്ക് ഡോട്ട് കാണും. അതിൻ്റെ അർത്ഥം അത് മിനിമൈസ് ആയി കിടക്കുവാണ്, സ്റ്റിൽ അത് ക്ലോസ് ആയിട്ടില്ലെന്നുള്ളതാണ്. അത് ക്ലോസ് ചെയ്യാനുള്ള ഒരു മാർഗം, ഒന്നുകിൽ നമുക്ക് സഫാരിയിൽ പോയിട്ട് ക്വിറ്റ് സഫാരി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കമാൻഡ് ക്യൂ എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. അല്ലെങ്കിൽ പിന്നുള്ള ഒരു ഓപ്ഷൻ, നമ്മൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ 2 ഫിംഗേഴ്സ് വെച്ചുള്ള ക്ലിക്ക് നമ്മൾ പാഡിൽ ചെയ്തിട്ട് ക്വിറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ടോട്ടലി ക്ലോസ് ആവും. പിന്നെ നമുക്ക് ഫോഴ്സ് ക്വിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഫോഴ്സ് ക്വിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് Ctrl+Alt+Delete, വിൻഡോസിനകത്ത് Ctrl+Alt+Deleteൻ്റെ സെയിം ആപ്ലിക്കേഷനാണ് ഇവിടെ വരുന്നത്. ഇത് വെച്ച് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ക്രാഷ് ആവുകയാണ്, അല്ലെങ്കിൽ സ്റ്റക്ക് ആവുകയാണ്, ഹാങ് ആവുകയാണെങ്കിൽ നമുക്ക് ഫോഴ്സ് ക്വിറ്റ് ഉപയോഗിച്ച് ക്വിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്പുകളും ട്രിക്സുമായിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.